ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പൊരിയുണ്ടൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ച് മെൽട്ടാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ നല്ലതുപോലെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ശർക്കരയിലുള്ള കച്ചറയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. ശർക്കരയൊക്കെ മെൽട്ടാക്കിയത് അരിച്ചിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനൊരു ഉള്ളിയുടെ ഹാഫ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ഏലക്കായി പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചിരകി വെച്ച 2 തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊരു അടുപ്പത്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ ചെറിയ തീയിൽ വേവിച്ചിട്ടെടുക്കാം. ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ഡ്രൈ ആവുന്നവരെ നമുക്കിത് വേവിച്ചിട്ടെടുക്കാം. അപ്പം പൊരി ഉണ്ടക്കുള്ള പണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, നമ്മളെ പണ്ടം ഇതുപോലെ ഡ്രൈ ആയിട്ട് കിട്ടണം. ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാവാൻ പാടില്ല. പൊരിയുണ്ട ഉണ്ടാക്കിയാൽ നമുക്ക് കുറേ ദിവസം കണ്ടെയ്നറിലൊക്കെ സൂക്ഷിക്കാൻ പറ്റും. പക്ഷേ വെള്ളം തട്ടിയാൽ നമുക്ക് അങ്ങനെ സൂക്ഷിക്കാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ കാറൊക്കെ മണക്കും, നളുത്തിട്ടും പോവും. അതുകൊണ്ടാണ് വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിക്കാൻ പറയുന്നത്. ഇനി ഞാനൊരു 250 ഗ്രാം പൊരിയും കൂടെ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ഫ്രൈ പാനിലിട്ടിട്ട് ചൂടാക്കിയിട്ടെടുക്കാം. ഇനി ഈ ചൂടാക്കിയ പൊരി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല മിനുസായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ തരിതരിപ്പോട് കൂടിയിട്ട് പൊടിച്ചെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെയാണ് പൊടിച്ചിട്ടെടുക്കേണ്ടത്. ഇനി ഞാനിത് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച പണ്ടത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 തേങ്ങയ്ക്ക് ഞാനിവിടെ 1/2 കിലോ ശർക്കരയും 1/4 കിലോ പൊരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 തവണയായിട്ട് പൊടിച്ചെടുത്തതാണ്. ഈ സമയത്ത് പണ്ടം ചൂടാറാൻ പാടില്ല. ഇളം ചൂടോടെ കൂടെ തന്നെയാണ് നമ്മളിതിലേക്ക് പൊരി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാനിത് കൈ വെച്ച് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൈയോട് മിക്സ് ആകുന്ന സമയത്ത് കൈയൊക്കെ പൊള്ളുന്നുണ്ട്. നല്ല ചൂടുണ്ട് ഇത് സംഭവം. നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇതുപോലെ കൈയോടെ അമർത്തിയിട്ട് ബോൾസ് ആക്കിയിട്ട് എടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ ചൂടോടെ തന്നെ ഇത് ബോൾസാക്കിയിട്ട് എടുക്കണം, അല്ലെങ്കിൽ നമുക്കിതുപോലെ ബോൾസാക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് പറയുന്നത്. വലുപ്പം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാനിവിടെ ചെറിയ ചെറിയ ബോൾസാക്കിയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വലുതാക്കിയിട്ടൊക്കെ എടുക്കാം. പക്ഷേ കുഞ്ഞു കുഞ്ഞു പൊരി കൊണ്ട് തിന്നാനാണ് ടേസ്റ്റ്. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ബോൾസാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പച്ചരി 4 മണിക്കൂർ മുമ്പേ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതുപോലെ കിട്ടണം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് ഞാനൊരു പാത്രത്തിൽ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്.
നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബോൾസ് ഇതിലേക്ക് മുക്കിയെടുത്തതിന് ശേഷം ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ടെടുത്ത പാട് നമുക്കിത് കയ്യിലോടൊന്ന് ഇങ്ങനെ അനക്കി കൊടുക്കാം. ഒന്നിനോടൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു സൈഡ് നല്ലതുപോലെ ബ്രൗൺ ആയ സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളീ പൊരിൻ്റെ ഉണ്ടാക്കൽ അധികം പെരുന്നാളിനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. മധുരം ഇഷ്ടമുള്ളവർക്കെല്ലാം ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.